parents of a child with Down syndrome seek genetic counseling, there are two commonly asked questions. How did this happen? If we are going for another pregnancy, will this recur again? What should we do then for? So my topic, this genetics and preconceptional counseling of Down syndrome, deals with these two questions. So I'll keep it as short and simple as possible. And since this is oriented for the parents mostly, I'm going to present this in Malayalam. So you know that human body is made up of cells. നമ്മൾക്കറിയാം നമ്മുടെ ശരീരം നിർമ്മിക്കുന്നത് കോശങ്ങളെ കൊണ്ടാണ്. സോ ഓരോ സെൽസിനകത്തും ഓരോ കോശങ്ങൾക്കകത്തും നമ്മളുടെ ജനിതക ഘടന അടങ്ങിയിട്ടുണ്ട്. ഒരു കോശം നമ്മൾ എടുത്തു നോക്കിയാൽ ഫസ്റ്റ് ലെവലിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ക്രോമോസോമുകൾ എന്ന് പറയുന്ന സംഭവങ്ങൾ. സോ ഓരോ സെൽസിനകത്തും നേരത്തെ ഡോക്ടർ വിജയനൊക്കെ പറയുകയുണ്ടായി, ഓരോ കോശത്തിനകത്തും നമ്മൾക്ക് 23 ജോഡി, അതായത് 46 ക്രോമോസോമുകളാണ് ഉണ്ടാവുക. സോ ഈ ക്രോമോസോമുകളുടെ നമ്പറിലും ഡിഫറൻസ് വരാൻ പാടില്ല, സ്ട്രക്ചറിലും ഡിഫറൻസ് വരാൻ പാടില്ല. സോ ഇഫ് ദർ ഇസ് നമ്പർ ഡിഫറൻസ്, നമ്പറോ സ്ട്രക്ചറോ മാറുമ്പോൾ അതൊരു അവിടെ ഇംബാലൻസ് ഉണ്ടാക്കുകയാണ് നമ്മളുടെ ജനിതക ഘടനയിൽ. സോ അതിനനുസരിച്ചിട്ട് ജനിതക രോഗങ്ങൾ പലതും ഉണ്ടാവുകയും ചെയ്യും. സോ ഡൗൺ സിൻഡ്രോമിൽ സംഭവിക്കുന്നത്, സോ ആസ് വി ഹാവ് ഹേർഡ് മെനി ടൈംസ്, ഈ 21st ക്രോമോസോം പെയറിന് പകരം 2 എണ്ണത്തിന് പകരം 3 എണ്ണം ആവുകയാണ്. 21st is 3 number and 3, so that 46 becomes 47. സോ അതുകൊണ്ടാണ് നേരത്തെ അഗെയിൻ പറഞ്ഞതുപോലെ ഈ ഒരു യുണീക്നെസ് ഉള്ളത് കൊണ്ടാണ് 21st ക്രോമോസോം 3 കോപ്പീസ്. അതുകൊണ്ടാണ് 3rd മന്തിന്റെ 21st എന്ന ഡേറ്റ് നമ്മൾ ഡൗൺ സിൻഡ്രോം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. So regarding the genetics, ഈ മെജോറിറ്റി ഓഫ്, അതായത് ഒരു 95% ഓഫ് ഡൗൺ സിൻഡ്രോമും സംഭവിക്കുന്നത് ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ്. അതായത് 21st ക്രോമോസോം 3 കോപ്പി ആയിട്ട് 46 എന്നുള്ളത് 47 ആകുന്നത്. അതിനെ നമ്മൾ ട്രൈസോമി 21 എന്ന് പറയും. ട്രൈ എന്ന് വെച്ചാൽ 3. സോ 3 കോപ്പി ആകുന്ന ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ് മെജോറിറ്റി 95% ഡൗൺ സിൻഡ്രോം സംഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് ഒരു ചെറിയ പെർസെൻറ്റേജ്, ഏകദേശം ഒരു 3 to 4% ട്രാൻസ്ലൊക്കേഷൻ ഡൗൺ സിൻഡ്രോം എന്ന് പറയും. അവിടെ നമ്പർ മാറില്ല, 46 ആയിരിക്കും. പക്ഷേ 21ാമത്തെ ക്രോമോസോമിന്റെ സ്ട്രക്ചറിൽ ഡിഫറൻസ്, അതിന്റെ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. 21ാമത്തെ ക്രോമോസോമിൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുമ്പോൾ ആ ഘടനാപരമായിട്ടുള്ള മാറ്റം കൊണ്ട് വരുന്നതാണ് 2ാമത്തെ തരം ട്രാൻസ്ലൊക്കേഷൻ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരു വളരെ ചെറിയ ശതമാനം ഡൗൺ സിൻഡ്രോമിന്റെ അടുത്ത മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ മൊസൈക് ഡൗൺ സിൻഡ്രോം എന്ന് പറയും. മൊസൈസിസം is existence of 2 cells in the same individual. അതായത് ഒരു വ്യക്തിയിൽ തന്നെ 2 തരം കോശങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് മൊസൈസിസം. നമ്മൾ ആ ഒരു മൊസൈക് ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തിയുടെ ബ്ലഡ് നോക്കുമ്പം കുറച്ച് ശതമാനം, ഒരു 60% സെൽസിൽ ഈ പറഞ്ഞതുപോലെ ട്രൈസോമി 21 46-47 ആയിട്ടുണ്ടാവും. എന്നാൽ ബാക്കിയുള്ള 40% അത് നോർമൽ ആയിരിക്കും. അപ്പൊ 2 തരം സെൽസ് ഉണ്ടാവുമ്പോഴാണ് അത് മൊസൈക് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. So the genetics of Down syndrome is mainly 3 mechanisms. One is trisomy 21, 21ാമത്തെ ക്രോമോസോം നമ്പർ അധികമാകുന്നത് കൊണ്ട്. ആൻഡ് സെക്കൻഡ് few percentages ട്രാൻസ്ലൊക്കേഷൻ ഡൗൺ സിൻഡ്രോം, അവിടെ 21ാമത്തെ ക്രോമോസോമിന്റെ തന്നെ സ്ട്രക്ചറിലുള്ള വ്യതിയാനം കൊണ്ട്. 3ാമത്തേതാണ് മൊസൈക് ഡൗൺ സിൻഡ്രോം, 2 തരം കോശങ്ങളും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ട്. സോ ദിസ് ഇസ് ദ ബേസിക് ഓഫ് ജനറ്റിക്സ്. Now going to the counseling part or the preconception. So when a couple comes to me for the counseling of the Down syndrome, regarding the syndrome or regarding the preconception, ഇനി നെക്സ്റ്റ് പ്രഗ്നൻസിയെ പറ്റിയുള്ള കൗൺസിലിംഗ്, അതിനൊക്കെ വരുമ്പോൾ ആദ്യം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെദർ ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ജനറ്റിക് ടെസ്റ്റിംഗ് വഴി കൺഫേം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. So karyotyping എന്ന് പറയുന്ന ടെസ്റ്റ് ആണ് മോസ്റ്റ്ലി what we use for confirming the Down syndrome. It is considered as the gold standard. സോ കാരിയോടൈപ്പിൽ നമ്മൾ ചെയ്യുന്നത് ബ്ലഡിൽ നിന്നും കോശങ്ങൾ വേർതിരിച്ചെടുത്ത്
അത് മൈക്രോസ്കോപ്പിലൂടെ ഈ ക്രോമോസോം നോക്കിയിട്ട് അതിന്റെ നമ്പറിനോ സ്ട്രക്ചറിനോ മാറ്റം വന്നിട്ടുണ്ടോ നോക്കുന്ന ടെക്നിക്കാണ് കാരിയോടൈപ്പിംഗ്. മറ്റ് പലതരം ടെക്നിക്കുകളും ഉണ്ട് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി. ഫിഷ് ടെസ്റ്റ്, MLPA, മൈക്രോഅറേ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ജനറലി കോമൺലി യൂസ്ഡ് ആൻഡ് ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഇസ് യൂഷ്വലി ദ കാരിയോടൈപ്പിംഗ്, പെരിഫറൽ ബ്ലഡ് കാരിയോടൈപ്പിംഗ്. So the prerequisite for a genetic counseling for a Down syndrome patient is that the diagnosis has to be confirmed by a genetic testing. So എന്തിനാണ് നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്തത് കൺഫേം ചെയ്യണത് ഇത്ര നിർബന്ധം പിടിക്കുന്നത്? സോ സംടൈംസ് വി നോ ദാറ്റ് ഈവൺ അറ്റ് ലുക്കിംഗ് ദറ്റ് ദ ചൈൽഡ് സംടൈംസ് നമുക്ക് മനസ്സിലാകും അത് ഡൗൺ സിൻഡ്രോം പേഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ അതാണെന്നുള്ള നമ്മൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകാറുണ്ട് പലപ്പോഴും. പക്ഷെ സ്റ്റിൽ വി ഹാവ് ടു കൺഫേം ഇറ്റ് ബൈ കാരിയോടൈപ്പിംഗ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ യൂസസ്. കാരിയോടൈപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പല നേട്ടങ്ങളുണ്ട് അത് ചെയ്യുന്നത് കൊണ്ട്. നേരത്തെ വിജയൻ സാർ പറയുകയുണ്ടായി, പലപ്പോഴും നമ്മൾ ഫസ്റ്റ് ടൈം ഈ ഡയഗ്നോസിസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്, കുട്ടിക്ക് ഒരു മാറ്റമുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പാരൻസിന് അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് പാടുണ്ടാവും അതിനായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതിന്. സോ ഒരു കാരിയോടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രൂഫാണ്, ലൈക്ക് ദർ ഈസ് എ ചേഞ്ച്, ദിസ് തിങ് ഹാസ് ഹാപ്പൻ. സോ നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ ക്രോമോസോമിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ചേഞ്ച് ഉള്ളത് എന്ന് പറയുമ്പോൾ ഒരു പ്രൂഫാണ് ദാറ്റ് ദർ ഈസ് എ ചേഞ്ച്. And other helps us for an effective counseling to and helps us for make them understand and make them accept the things better. So definitely for karyotyping research helps us in counseling. And sometimes Down syndrome can mimic some other genetic syndromes. ചില ടൈപ്പ് വേറെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്, സെൽവീഗർ എന്നൊക്കെ പറയുന്ന ചില ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ്. അപ്പോൾ അതും അതിന്റെ ഫീച്ചേഴ്സും ഡൗൺ സിൻഡ്രോമിന്റെ ഫീച്ചേഴ്സും പലപ്പോഴും കാണുമ്പം ഒരേപോലെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും, ഇത് ശരിക്കും ഡൗൺ സിൻഡ്രോം തന്നെ ആണോ അല്ലയോ എന്നുള്ളത്. ഒരു ന്യൂബോൺ, പുതുതായിട്ട് ജനിച്ച ഒരു കുട്ടി അല്ലെങ്കിൽ കുറച്ചൊരു ഏജ്ഡ് ഇൻഡിവിജ്വൽ വിത്ത് ഡൗൺ സിൻഡ്രോം, കുറച്ച് പ്രായം ചെന്ന ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തി, ഇവരെയൊക്കെ കാണുമ്പോൾ ഫീച്ചേഴ്സ് വെച്ച് മാത്രം ഡൗൺ സിൻഡ്രോം ഉണ്ട് ഇല്ല എന്ന് കൺഫേം ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല, ചിലപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. സോ കാരിയോടൈപ്പിംഗ് ചെയ്ത് ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇറ്റ് ഹെൽപ്സ് അസ് ടു കൺഫേം ദ ഡയഗ്നോസിസ്. അത് ഡൗൺ സിൻഡ്രോം ആണ്, വേറെ ഒന്നും അല്ല എന്നുള്ള ഉറപ്പിനും വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് കാരിയോടൈപ്പിംഗ് ഇസ് ദാറ്റ് നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് മെക്കാനിസം ഉണ്ട് ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നത്, ട്രൈസോമി 21, ട്രാൻസ്ലൊക്കേഷൻ, മൊസൈസിസം എന്നൊക്കെ പറയുന്നത്. സോ ഈ മെക്കാനിസത്തിനനുസരിച്ചാണ് ഇപ്പോൾ ഒരു കുട്ടി ഡൗൺ സിൻഡ്രോം ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പാരൻസ് അടുത്ത പ്രഗ്നൻസി എടുക്കുമ്പോൾ വീണ്ടും ഇത് റിക്കർ ചെയ്യോ, വീണ്ടും തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് ഈ മെക്കാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു മോസ്റ്റ് കോമൺ 95% ട്രൈസോമി 21 കൊണ്ടാണ് ഉണ്ടാകുന്നത്. 21ാമത്തെ ക്രോമോസോം നമ്പർ വേരിയേഷൻ 3 നമ്പർ ആകുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള നമ്പർ വേരിയേഷനിൽ ജനറലി റിക്കറൻസ് റിസ്ക് വളരെ കുറവാണ്, ലെസ് ദാൻ 1%. ഈവൻ 1% താഴെയാണ് അതിന്റെ റിക്കറൻസ് റിസ്ക് നമ്മൾ പറയുള്ളൂ. അതായത് പ്രാക്ടിക്കലി മോർ ദാൻ 99%ഉം വീണ്ടും അത് നമ്പർ വേരിയേഷൻ കൊണ്ടുണ്ടായ ഡൗൺ സിൻഡ്രോം ആണ് മുൻപത്തെ കുട്ടിക്ക് എന്നുണ്ടെങ്കിൽ മോർ ദാൻ 99%ഉം അത് വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്നർത്ഥം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചെറിയ ഗ്രൂപ്പ് ട്രാൻസ്ലൊക്കേഷൻ ഡൗൺ സിൻഡ്രോം, അതായത് 21ാമത്തെ ക്രോമോസോമിന്റെ ഘടനയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടാകുന്ന ടൈപ്പ് ഡൗൺ സിൻഡ്രോം. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പാരന്റൽ കാരിയർ അനാലിസിസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ട്രൈസോമി 21 ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്പർ വേരിയേഷൻ ആണെങ്കിൽ നമ്മൾക്ക് പാരൻസിനെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ നമ്പർ വേരിയേഷൻ ട്രൈസോമി 21 എന്ന് പറയുന്നത് പാരൻസിലൂടെ ഇൻഹെറിറ്റഡ് ആകുന്ന ഒരു പ്രതിഭാസമല്ല. സോ പാരന്റൽ ക്രോമോസോം വിൽ ബി നോർമൽ ഇൻ നമ്പർ വേരിയേഷൻ. പക്ഷെ സ്ട്രക്ചർ വേരിയേഷൻ വരുന്ന സമയത്ത് 21ാമത്തെ ക്രോമോസോമിന്റെ ഘടനാപരമായിട്ടുള്ള മാറ്റം കൊണ്ടാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടായത് എങ്കിൽ നമ്മൾക്ക് പാരൻസിനെയും ചെക്ക് ചെയ്യണം. ചില സമയത്ത് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ പാരൻസിന്റെ ക്രോമോസോമുകളുടെയും എസ്പെഷ്യലി 21ാമത്തെ ക്രോമോസോം ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവരിൽ അതിലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ച് ആയിരിക്കും കാണിക്കുന്നത്. സോ അങ്ങനത്തെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റമുള്ള ഒരു വ്യക്തിക്ക് പുറമേക്ക് ഒരു പ്രശ്നങ്ങളോ ഒരു കാര്യങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവണം എന്നില്ല. പക്ഷെ അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ക്രോമോസോമൽ ചേഞ്ച് ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും ആ ക്രോമോസോംസ് അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ അത് അൺബാലൻസ്ഡ് ആയിട്ട് പോകാം. അത് ഈ പറഞ്ഞ 21ാമത്തെ ക്രോമോസോമിന്റെ
ഒരു പീസ് ഓഫ് അതിന്റെ സ്ട്രക്ചർ കൂടുതലോ കുറവോ ഒക്കെ ആയിട്ട് പോകാം, അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ സംഭവിക്കാം. സോ അങ്ങനെ പാരൻസ് കാരിയേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ചാണ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡൗൺ സിൻഡ്രോമിന്റെ റിക്കറൻസ് റിസ്ക് പറയാം. അപ്പോൾ പാരൻസിന്റെ ക്രോമോസോം ഇത് വേറെ ക്രോമോസോംസുമായിട്ടുള്ള ട്രാൻസ്ലൊക്കേഷൻ എന്തൊക്കെയാണ്, അത് ഏതൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, അതിനനുസരിച്ച് റിക്കറൻസ് റിസ്ക് മാറും. ചിലപ്പോൾ അത് 5% ആകാം, ചിലപ്പോൾ 10% ആകാം, ചിലപ്പം 12% ആകാം, ചിലപ്പോൾ 15% ആകാം. ആൻഡ് വെരി റയർലി ഇറ്റ് ക്യാൻ ഒക്കർ അപ് ടു 100% ഓൾസോ. സോ അപ്പോൾ ഈ ട്രാൻസ്ലൊക്കേഷൻ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുള്ള പാരൻസ് നെക്സ്റ്റ് പ്രഗ്നൻസി എടുക്കുമ്പോൾ അവരുടെ കാരിയോടൈപ്പും കൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾക്ക് അടുത്ത പ്രഗ്നൻസിയിൽ എത്ര ശതമാനം റിക്കറൻസ് റിസ്ക് ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും അറിയാൻ പറ്റുക. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരിയോടൈപ്പിംഗ് ചെയ്ത് ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഇതിൽ ഏത് മെക്കാനിസം ആണ് എന്നുള്ളത് നോക്കണം. ട്രൈസോമി 21 ആണെന്നുണ്ടെങ്കിൽ പാരൻസിനെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, റിക്കറൻസ് റിസ്ക് വളരെ കുറവാണ്. പക്ഷേ ഘടനാപരമായിട്ടുള്ള മാറ്റം 21ാമത്തെ ക്രോമോസോമിൽ വന്നതുകൊണ്ട് ഉണ്ടാകുന്ന ട്രാൻസ്ലൊക്കേഷൻ ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ പാരന്റൽ കാരിയർ അനാലിസിസ് അവരുടെ കാരിയോടൈപ്പ് ചെയ്യണം. അതിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ട് ആ റിക്കറൻസ് റിസ്ക് നോക്കിയിട്ടാണ് നമ്മൾ പ്രഗ്നൻസിയിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. സോ ഇപ്പോൾ നമ്മുടെ ഒരു കപ്പിൾ വന്നു, അപ്പോൾ അവരുടെ കയ്യിൽ കാരിയോടൈപ്പ് ഉണ്ട്, പിന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ത് ടൈപ്പ് ഓഫ് ഡൗൺ സിൻഡ്രോം ആണ്, ആൻഡ് വി നോ ദാറ്റ് ഹൗ മച്ച് ഇസ് ദ റിക്കറൻസ്. പിന്നീട് നമ്മൾക്ക് ചെയ്യാനുള്ളത് അവർ ഓൾറെഡി പ്രഗ്നന്റ് ആയതിനു ശേഷമാണ്. പ്രഗ്നൻസിയുടെ മുൻപ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് നമ്മൾ പ്രീനേറ്റൽ ഉള്ളിലുള്ള കുട്ടിയുടെ ഡയഗ്നോസിസിനായിട്ട് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത്. അതിൽ 2 തരം ടെസ്റ്റുകളുണ്ട്, ഇൻവേസീവ് ആൻഡ് നോൺ ഇൻവേസീവ് ടെസ്റ്റുകൾ. ഇൻവേസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഉള്ളിലുള്ള ഫീറ്റസിനെ, ഉള്ളിലുള്ള കുഞ്ഞിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ ക്രോമോസോമൽ ടെസ്റ്റാണ്, നമ്മൾ ഡയറക്റ്റ് കുട്ടിയെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ കുട്ടിയുടെ കോശങ്ങളിലാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുക. നോൺ ഇൻവേസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിയെ ഡയറക്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നില്ല, മദറിന്റെ സാമ്പിൾസിലൂടെ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്ന ടൈപ്പ് ടെസ്റ്റുകളാണ് നോൺ ഇൻവേസീവ് മെത്തേഡുകളിൽ ഉള്ളത്. ഇപ്പൊ നോൺ ഇൻവേസീവ് മെത്തേഡിൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ബയോകെമിക്കൽ മാർക്കേഴ്സ്, അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എസ്പെഷ്യലി NT സ്കാൻ, 12 ആഴ്ചയിൽ ചെയ്യുന്ന ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി സ്കാൻ പ്ലസ് മറ്റേണൽ ഏജ്, ഈ 3 മാർക്കേഴ്സ് വെച്ചിട്ട് ഡബിൾ മാർക്കർ പ്ലസ് NT സ്കാൻ പ്ലസ് അതർ അൾട്രാസോണോഗ്രാഫിക് ഫൗണ്ടിങ് പ്ലസ് മറ്റേണൽ അതർ ഏജ്, ഇത്രയും 3 ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾക്ക് ഏറെക്കുറെ ഒരു 85% പറയാൻ പറ്റും ഡൗൺ സിൻഡ്രോമിനുള്ള സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ നോൺ ഇൻവേസീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല, ഡൗൺ സിൻഡ്രോം റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്ന ടെസ്റ്റാണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ മാർക്കർ ടെസ്റ്റ്, അൾട്രാസോണോഗ്രാഫിക് ഫൈൻഡിങ്സ് ആൻഡ് മെറ്റേണൽ ഏജ്, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഡബിൾ മാർക്കറിന് പകരം ഇപ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വേറെ ടൈപ്പ് ഓഫ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ് NIPT, നോൺ ഇൻവാസീവ് പ്രീനാറ്റൽ ടെസ്റ്റിംഗ്. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ഓഫ് ഫീറ്റൽ DNA ആഫ്റ്റർ ഒരു 9 വീക്സ്, 9 ആഴ്ചയ്ക്ക് ശേഷം ഒരു എമൗണ്ട് ഓഫ് ഫീറ്റൽ DNA മദറിന്റെ ബ്ലഡിലും കാണും. സോ മേ ബി ഒരു 13 വീക്സ് ആ ഒരു സമയം ആകുന്ന സമയത്ത് നമ്മൾ ഈ മെറ്റേണൽ ബ്ലഡ് ഉപയോഗിച്ചിട്ട്, മദറിന്റെ ബ്ലഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് NIPT. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡബിൾ മാർക്കർ പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് NIPT. നമ്മൾ നേരത്തെ പറഞ്ഞു ഡബിൾ മാർക്കർ, അൾട്രാസോണോഗ്രാഫിക് ഫൈൻഡിങ്സ്, മെറ്റേണൽ ഏജ്, ഈ 3 ഫാക്ടർ വെച്ചാണ് നമ്മൾ റിസ്ക് നോക്കുന്നത്. ഇവിടെ നമ്മൾ ഡബിൾ മാർക്കറിന് പകരം NIPT, പക്ഷേ നമ്മൾക്ക് വി ഹാവ് ടു യൂസ് അൾട്രാസോണോഗ്രാഫിക് ഫൈൻഡിങ്സ്, അഗെയിൻ മെറ്റേണൽ ഏജ്, ഇത് 3 വെച്ചിട്ട് നമ്മൾക്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം പറഞ്ഞ മെത്തേഡിൽ ഡബിൾ മാർക്കർ പ്ലസ് സ്കാൻ പ്ലസ് മെറ്റേണൽ ഏജ് ആണെങ്കിൽ അറൌണ്ട് 85% ആണ് നമ്മൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുക. പക്ഷെ NIPT ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ മാർക്കറിന് പകരം എന്നുണ്ടെങ്കിൽ ഏകദേശം 99.5% അക്യുറസിയോടെ കൂടെ ഡൗൺ സിൻഡ്രോമിന്റെ റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഒരു നല്ല കോസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഡബിൾ മാർക്കറിന്റെ കോസ്റ്റ് അറൌണ്ട് ഒരു ബിറ്റ്വീൻ ഒരു 2000 to 3000 ആണെങ്കിൽ NIPTയുടെ കോസ്റ്റ് ജനറലി വേരീസ് ബിറ്റ്വീൻ ഒരു 18 to 25,000 വരെ വേരി ചെയ്യും. പക്ഷെ അതിന് ഇത്രയും ഡിറ്റക്ഷൻ റേറ്റിനും ഡിഫറൻസ് ഉണ്ട്. സോ നോൺ ഇൻവാസീവ് മെത്തേഡുകളിൽ നമ്മൾ നോക്കുന്നത് ഉള്ളിലുള്ള കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമിന്റെ റിസ്ക് ഉണ്ടോ, വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നാണ്.
അപ്പൊ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് 85% വെച്ച് നമുക്ക് ഡബിൾ മാർക്കർ പ്ലസ് സോണോഗ്രാഫി പ്ലസ് മെറ്റേണൽ ഏജ് ആൻഡ് NIPT വെച്ചിട്ട് 99.5% അക്യുറസിയോട് കൂടെ അത് നോക്കാൻ പറ്റും. ഇൻവേസീവ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്, അതായത് 2 തരം മെത്തേഡുകൾ ഉപയോഗിച്ചാണ്. അതായത് കുട്ടിയുടെ സെൽസ്, കുട്ടിയുടെ കോശങ്ങൾ നോക്കിയിട്ട് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ നോൺ ഇൻവേസീവ് ഞാൻ പറഞ്ഞ പോലെ സ്ക്രീനിങ് ടെസ്റ്റ് ആണ്, അത് കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല. അത് സാധ്യതകളാണ് നമ്മൾക്ക് തരിക, ഉണ്ട് ഇല്ല എന്നുള്ള ഉത്തരം കറക്റ്റ് ആയിട്ട് തരില്ല. പക്ഷെ ഇൻവേസീവ് ടെക്നിക്കൽ വെച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ടും ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആൻസർ കിട്ടുള്ളൂ. അതിന് 2 ടൈപ്പ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക കുട്ടിയുടെ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒന്നാമത്തെ മെത്തേഡ് കോറിയോൺ വില്ലൈസ് സാമ്പിളിംഗ്. അപ്പൊ അത് ഏകദേശം ഒരു 12 ആഴ്ചയിൽ ചെയ്യുന്ന ടെസ്റ്റാണ്. അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ പൊക്കിൾക്കൊടി ബന്ധത്തിൽ നിന്നും കുറച്ച് നമ്മൾ കുട്ടിയുടെ കോശങ്ങൾ പുറത്തെടുത്തിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുക. പക്ഷെ പൊതുവെ ക്രോമോസോമൽ അനാലിസിസിന്, ക്രോമോസോം ടെസ്റ്റ് ചെയ്യുന്നതിനും കാരിയോടൈപ്പിനും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക ആംനിയോസെന്റസിസ് എന്ന് പറയുന്ന നെക്സ്റ്റ് മെത്തേഡാണ്. അത് 16 ആഴ്ച, ഏകദേശം ഒരു 16 വീക്സ് ആകുമ്പോഴാണ്, 16 to 17 വീക്സ്, 16 ആഴ്ചയിലാവുമ്പോഴാണ് നമ്മൾ ആംനിയോസെന്റസിസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ കുട്ടി കിടക്കുന്ന ഫ്ലൂയിഡിൽ ഒരല്പം ഫ്ലൂയിഡ് എടുത്തിട്ട്, ഈ ഫ്ലൂയിഡിൽ കുട്ടിയുടെ കോശങ്ങൾ ഉണ്ടാവും. അഗെയിൻ ആ ഫ്ലൂയിഡിൽ നിന്നും കുട്ടിയുടെ കോശങ്ങൾ വേർതിരിച്ചെടുത്ത് അതിനകത്ത് കുട്ടിയുടെ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ കാരിയോടൈപ്പിംഗ് ചെയ്ത് ക്രോമോസോമിന്റെ നമ്പറിനോ ഘടനയ്ക്കോ മാറ്റം ഉണ്ടോ എന്നുള്ള നമ്മൾക്ക് നോക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു, അപ്പൊ ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ നോക്കാൻ പറ്റും. അതിന് ഇൻവേസീവ് മെത്തേഡ് ആൻഡ് നോൺ ഇൻവേസീവ് മെത്തേഡ് ഉണ്ട്. അപ്പം ഇൻവേസീവ് മെത്തേഡിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ കൺഫർമേറ്ററി ആയിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ, നോൺ ഇൻവേസീവില് അത് അറിയാൻ പറ്റില്ല. പക്ഷെ ജനറലി നമ്മൾ നേരത്തെ കണ്ടു, ഒരു 95% മെജോറിറ്റി ഓഫ് ദ ഡൗൺ സിൻഡ്രോം പേഷ്യൻസ് ഹാപ്പൻ ഡ്യൂ ടു ദ ട്രൈസോമി 21 നമ്പർ വേരിയേഷൻ കൊണ്ടാണ്. അതിന്റെ റിക്കറൻസ് റിസ്ക് എന്ന് പറയുന്നത് ജനറലി കുറവാണ്, ലെസ് ദാൻ 1% ആണ് എന്ന് കണ്ടു. അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സിന് പൊതുവേ നമ്മൾ ഈ ഇൻവേസീവ് മെത്തേഡ് വേണമെന്ന് അത്ര കണ്ട് എൻകറേജ് ചെയ്യാറില്ല. ഒരു നല്ല ഡബിൾ മാർക്കർ, നല്ല MT സ്കാൻ ആൻഡ് മെറ്റേണൽ ഏജ് കാൽക്കുലേഷനിൽ തന്നെ അത്യാവശ്യം നമ്മൾക്ക് ക്ലിയർ കട്ടായിട്ട് ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ മനസ്സിലാകും ആക്ച്വലി ഡൗൺ സിൻഡ്രോമിന്റെ റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു പാരന്റ്സിന്റെ അടുത്ത്, അത്ര റിക്കറൻസസ് വളരെ കുറവായിട്ടുള്ള പാരന്റ്സിന്റെ അടുത്ത് ഇൻവേസീവ് വേണം എന്നുള്ളത് അത്ര മസ്റ്റ് അല്ല. ഇൻവേസീവ് എന്തായാലും നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ലൊക്കേഷൻ ഡൗൺസ് ആണ്. പാരന്റ്സ് ആരെങ്കിലും ഒരു കാരിയോടൈപ്പ്, ഒരു കാരിയർ ആണ്, എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ ചേഞ്ചിന്റെ അങ്ങനെ വരുന്ന ട്രാൻസ്ലൊക്കേഷൻ ഡൗൺസ് ആണ്. റിക്കറൻസ് റിസ്ക് ഉണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, കൂടുതൽ ഉണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ നമ്മൾ പിന്നെ ഈ സ്ക്രീനിങ് ടെസ്റ്റ് വെച്ച് നോക്കില്ല, വി ഹാവ് ടു ഡു ദ കൺഫർമേറ്ററി ടെസ്റ്റ്. അപ്പൊ നമ്മൾ ഈ ആംനിയോസെന്റസിസ് ചെയ്ത് കാരിയോടൈപ്പിംഗ് ചെയ്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടത് മസ്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ട്രാൻസ്ലൊക്കേഷൻ ഡൗൺസ് വിത്ത് പാരന്റ്സ് ഒരു കാരിയേഴ്സ് ആണെങ്കിൽ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുന്നത്, ഇൻവേസീവ് ടെസ്റ്റ് എന്തായാലും ചെയ്യണം എന്നുള്ളത് പറയാറ്, നമ്മൾ നേരത്തെ ചെയ്ത നോൺ ഇൻവേസീവ് ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒരു ഹൈ റിസ്ക് കാണിക്കുകയാണ്, അല്ലെങ്കിൽ റിസ്ക് കൂടുതലുണ്ട് ഡൗൺ സിൻഡ്രോമിന് എന്നുള്ള റിസൾട്ട് ആണ് വരണത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എഗെയിൻ ആംനിയോസെന്റസിസ് ആൻഡ് കാരിയോടൈപ്പ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോൺ ഇൻവേസീവ് ടെസ്റ്റ് സ്ക്രീനിങ് ആണ്. അത് ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്നല്ല അർത്ഥം, വരാനുള്ള സാധ്യതകൾ അത്രയും ശതമാനം ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഉണ്ട് ഇല്ല എന്നുള്ളത് എന്തായാലും ഉത്തരം നമ്മൾക്ക് കാരിയോടൈപ്പിംഗ് ചെയ്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആംനിയോസെന്റസിസ് ആൻഡ് കാരിയോടൈപ്പിംഗ് ചെയ്ത് വേണം. ഹൈ റിസ്ക് ഉണ്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ആംനിയോസെന്റസിസ് ആൻഡ് കാരിയോടൈപ്പിംഗ് ചെയ്തിട്ടാണ് അത് കൺഫേം ചെയ്യാറുള്ളത്. പിന്നെ ചില സമയത്ത് ഈവൻ പാരന്റ്സ് ഇൻസിസ്റ്റ് ചെയ്യും, ലൈക്ക് വി ഹാവ് ടു ഗോ ഫോർ കാരിയോടൈപ്പിംഗ്. അങ്ങനത്തെ സിറ്റുവേഷനിലും ഇറ്റ്സ് അപ് ടു ദം, അവരുടെ ഡിസിഷൻ അനുസരിച്ചിട്ടും നമ്മൾ ഇൻവേസീവ് മെത്തേഡ് സജസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇതാണ് അപ്പം മെയിൻലി നമ്മൾ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് അസസ് ചെയ്യുന്നു, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇൻവേസീവ് വേണോ നോൺ ഇൻവേസീവ് വേണോ എന്നുള്ളത് അവരോട് കൗൺസിൽ ചെയ്യുന്നു. ആൻഡ് ലെറ്റ് ദം അവരുടെ ഡിസിഷനും കൂടെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഏത് മെത്തേഡ് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതും അതിനനുസരിച്ച് പോകുന്നതും. ഇനി സപ്പോസ് നമ്മൾ ഇതെല്ലാം ചെയ്തു, റിസ്ക് കൂടുതലുള്ള ഒരു കപ്പിളാണ്, പിന്നെ വീണ്ടും ചെയ്തു മീൻസ് കാരിയോ അല്ലെങ്കിൽ ഡൗൺസ് കാരിയോടൈപ്പിംഗ് ചെയ്തു, ഉള്ളിലുള്ള കുട്ടിയുടെ ഫീറ്റസിന്റെ കാരിയോടൈപ്പിംഗ് പോസിറ്റീവ് ആണ്, അതായത് ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ പ്രാക്ടിക്കൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ആ പ്രഗ്നൻസി വേണ്ടാന്ന് വെക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് 20 ആഴ്ചയ്ക്ക് മുൻപ് ചെയ്യുന്നത് ആ ടെർമിനേഷൻ എന്ന് പറയുന്നത് നിയമവിധേയമാണ്. നിയമം ഞങ്ങളെയും നിങ്ങളെയും അത് അനുവദിക്കുന്നതാണ്. അപ്പൊ ചില പാരന്റ്സ് അപ്പൊ ചോദിക്കാറുണ്ട്, ഈസ് ഇറ്റ് പോസിബിൾ നമ്മൾക്ക് ഡൗൺ സിൻഡ്രോം ഇല്ലാത്ത ഒരു കുട്ടി
ഈ ഗർഭം ധാരണം ചെയ്യാമോ, അങ്ങനെ നമ്മൾക്ക് ആ ഗർഭം ധരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ യെസ് തന്നെയാണ്. ആ ടെക്നിക്കിന് നമ്മൾ പറയുന്ന പേരാണ് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് സ്ക്രീനിങ്. അപ്പൊ അത് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സിമ്പിൾ മെത്തേഡ് അല്ല, ഇറ്റ്സ് എ കോസ്റ്റ്ലി ആൻഡ് കോംപ്ലക്സ് മെത്തേഡ്. ആൻഡ് അവിടെ നമ്മൾ IVF എന്ന് പറയുന്ന പ്രക്രിയയാണ്, വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദാറ്റ്. അപ്പൊ IVF നമ്മൾ സാധാരണ ചെയ്യുന്നതിന്റെ അതിന്റെ ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്, നിങ്ങൾ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ ബീജവും പുറത്തെടുക്കുന്നു, അവിടെ പുറമെ വെച്ച് നമ്മൾ എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണം പുറത്ത് വെച്ച് ഉണ്ടാക്കുന്നു, എന്നിട്ട് അതേ ഭ്രൂണത്തെ അതേ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് IVF എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾക്ക് വേണമെങ്കിൽ ഈ IVF ചെയ്തിട്ട് ഭ്രൂണങ്ങളിൽ ക്രോമോസോം ടെസ്റ്റ് ചെയ്തിട്ട് വ്യത്യാസമില്ലാത്ത, ക്രോമോസോമൽ വേരിയേഷൻസ് ഇല്ലാത്ത ഭ്രൂണങ്ങൾ നമ്മൾക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. ഇത് പല ജനറ്റിക് ഡിസോർഡേഴ്സിനും പലപ്പോഴും നമ്മൾ ആവശ്യം വന്നാൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡുമാണ്. പക്ഷെ ഡൗൺ സിൻഡ്രോമിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ ഈ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് സ്ക്രീനിങ്ങിലേക്കൊന്നും പോകേണ്ട ആവശ്യം വരാറേ ഇല്ല. കാരണം എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ ജനറൽ മെജോറിറ്റി ആർ ട്രൈസോമി 21. സോ ഇൻ ജനറൽ നമ്മൾ നോക്കുമ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിക്ക് വീണ്ടും അടുത്ത പാരന്റ്സിന് വീണ്ടും അത് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതുപോലുള്ള ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഈവൺ ഈ ട്രാൻസ്ലൊക്കേഷൻ ഡൗൺസ് ആണെങ്കിലും നമ്മൾക്ക് പ്രീനാറ്റൽ, നമ്മൾ നേരത്തെ പറയുന്ന ആംനിയോസെന്റസിസ് CVS ചെയ്തിട്ടുള്ള പ്രീനാറ്റൽ ടെസ്റ്റിങ്ങിന്റെ ആവശ്യകതകളെ ഉള്ളൂ. പക്ഷെ ചില സിറ്റുവേഷൻസിൽ ലൈക്ക് ഓൾറെഡി ദർ ഇസ് നല്ല റിക്കറൻസസ് കൊണ്ട്, ട്രാൻസ്ലൊക്കേഷൻ ഡൗൺസ് കാരണമുള്ള റിക്കറൻസസ് കൊണ്ട് ഇൻഫെർട്ടിലിറ്റി എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യാവുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ഈ ഒരു പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് സ്ക്രീനിങ് എന്ന് പറയുന്നത്. സോ ബട്ട് അഗെയിൻ ഈ പറയുന്ന എല്ലാ ടെക്നിക്കും എവറിത്തിങ് ഇസ് അപ് ടു ദ പാരൻസ്. എന്താണ് ചെയ്യേണ്ടത്, ഇത് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ, മറ്റേ ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്, മെത്തേഡ്, അതെല്ലാം ആഫ്റ്റർ ദ ഡീറ്റെയിൽ കൗൺസിലിംഗ് ഇറ്റ്സ് അപ് ടു ദം ഓൾസോ ടു ചൂസ് വിച്ച് ടെസ്റ്റ് ടു അണ്ടർഗോ എന്നുള്ളതും കൂടെ. ഇനി അത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇതെല്ലാം അവർ ആഫ്റ്റർ ദ കൗൺസിലിംഗ് ദേ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ വെദർ ദ പ്രഗ്നൻസി. In nutshell regarding so this was in nutshell regarding the genetics and preconceptional counseling aspects of Down syndrome. പക്ഷേ സോ ഞാനിവിടെ ആക്ച്വലി മെയിൻലി പറഞ്ഞതെല്ലാം വരാനിരിക്കുന്ന കുട്ടികളെ പറ്റിയിട്ടാണ്. പക്ഷെ നമ്മൾ നേരത്തെ ഷാജി സാർ പറഞ്ഞു, ഇൻഫാക്ട് ഡൗൺ സിൻഡ്രോം ഡേ ഇസ് ആക്ച്വലി ടു സെലിബ്രേറ്റ് those children with Down syndrome. In fact, it's a day for us also to celebrate the presence of this beautiful kids in our life. So ചില പാരൻസ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, എത്ര പെർസെൻറ്റേജ് ആണ് ഈ കുട്ടി ശരിയാവാൻ ചാൻസ് ഉള്ളത്, എൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ എത്ര പെർസെൻറ്റേജോളം ശരിയായി വരും എന്നുള്ളത് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ശതമാനം വിശ്വസിക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്ര ശതമാനം ഈ കുട്ടിയിൽ എഫേർട്ട് ഇടാൻ പറ്റും, അത്രയും ശതമാനം ഈ കുട്ടിയും ശരിയാകും എന്നാണ് ഞാൻ പറയാറുള്ളത് അവരുടെ. But then we know that it's a great challenge and it's not to bring a child with Down syndrome and bring him or him up to his full potential. However, then we have Shaji sir with us, who is the authoritative figure and who is the best and who is the most experienced person who can enlighten us on those challenges. And it's always a pleasure, privilege and honor to listen to him. So sir will speak to you about the most important aspects regarding this pediatric and other social aspects of this Down syndrome. So after sir's talk, we will be dealing with the questions that you have further for us. So thank you. Goes on. Sir is presently Chief of Pediatrics and Clinical Support Services at Baby Memorial Hospital, Calicut. With this introduction, I present before you Dr. Shaji Thomas John. Over to you, sir. Thank you, Dr. Yashwant. Okay. I hope I am audible and my screen is visible. Is my screen visible? Visible, sir. Visible, sir. Yeah. Okay. So now we go on to the visible, sir. The clinical and social aspects of Down syndrome. Dr. Divya has made a very clear explanation on how these things happen. I think it was really wonderful. Thank you, Divya. And now I bring greetings from the Down Syndrome Federation of Kerala and the Indian Academy of Pediatrics, Kerala State, with whose help I have been able to do all these things.
we talk about Down syndrome, initially it was known as Mongolism, as you're all aware of, but that term should not be used at all. Why I'm telling it now is recently one of the parents who went for a training on education was told by the teacher that it is Mongolism, and that teacher was not willing to accept that Mongolism should not be mentioned. So the term Mongolism should never be used. The various terms of Down syndrome over the ages are Morbus-Langton Down disease, Morbus Down, Down syndrome with an apostrophe S by the Britishers, but without S by the Americans. But the best terminology will be trisomy 21. The reason was just now explained to you by Dr. Divya. Now coming to the incidence of Down syndrome, there's no reliable data on the incidence. It is taken as 1 in 733 to 1 in 800 or even 1 in 1,000 live births. And if that is the case, in Kerala, there should be roughly about 40,000 children with Down syndrome, which is a very, very large number. Is it difficult to diagnose? Is there any treatment? If the diagnosis this is something which is asked by many people. Now look at these two children. International conference രണ്ടുപേരെയും മുഖച്ഛായ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ വലത്ത് ഭാഗത്തുള്ള കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ട്, ഇടത്ത് ഭാഗത്ത് കുട്ടി ഒരു നോർമൽ കുട്ടിയാണ്, അതൊരു ചൈനീസ് ജാപ്പനീസ് ആ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പോൾ ഫീച്ചേഴ്സ് ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിന് നമ്മൾ കണ്ടിട്ട് ചിലപ്പോൾ പ്രയാസം വന്നത് വരാം, ഡൗൺ സിൻഡ്രോം ആണോ അല്ലയോ എന്ന് പറയാനായിട്ട്. സോ ദ ഡയഗ്നോസിസ് ഇസ് യൂഷ്വലി ബൈ ജസ്റ്റാൾട്ട്. ജസ്റ്റാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഒരാൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ സുഹൃത്തിനെ കണ്ടു കഴിയുമ്പോൾ ഇത് അവിടെ ആ സുഹൃത്താണെന്ന് നമ്മൾ പറയുന്നു. അല്ലാതെ സുഹൃത്തിന്റെ പിരിയം വായ ചുണ്ടും ഒക്കെ നോക്കിയിട്ടല്ല നമ്മളെ സുഹൃത്താന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒറ്റ നോട്ടത്തിന് കണ്ടിട്ട് ഡൗൺ സിൻഡ്രോം ആണ് എന്ന് പറയുന്നതിനാണ് ഡയഗ്നോസിസ് ബൈ ജസ്റ്റാൾട്ട്. പിന്നെ ഉള്ളത് കാരിയോടൈപ്പിംഗ്. കാരിയോടൈപ്പിംഗിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ ദിവ്യ പറഞ്ഞിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടി വന്നപ്പോൾ ഐ ആസ്ക്ഡ് ദ പേരൻറ്റ്സ് ടു ഗെറ്റ് കാരിയോടൈപ്പിംഗ് ഡൺ. കാരിയോടൈപ്പിംഗ് ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. പക്ഷേ അവർ ഫാമിലി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫാമിലി ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഷാജിയോട് പറ ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും, വെറുതെ പൈസ കളച്ചോ കാരിയോടൈപ്പിംഗ് ചെയ്യാൻ പൈസ ഒന്നും കളയേണ്ടത്. സോ ദേ കെയിം ബാക്ക് ടു മീ ആൻഡ് ടോൾഡ് മീ, ഞങ്ങളുടെ ഡോക്ടർക്ക് ഷുവറാണ് ഇത് ഡൗൺ സിൻഡ്രോം ആണ്, ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. I think it has changed a lot over the years, but now I'm sure all of you understand why a karyotyping has to be done. എന്തുകൊണ്ട് അത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വളരെയധികം ചിരിച്ചുകൊണ്ട് സന്തോഷമുള്ളൊരു കുട്ടിയാണ് ഈ ഒരു ഡൗൺ സിൻഡ്രോം എന്നുള്ള ഒരു കുട്ടി. ഇവരുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ കണ്ണിന്റെ അറ്റം രണ്ടും അപ്വേർഡ് സ്ലാൻഡ് എന്ന് പറയും, മേൽപോട്ടാണ് രണ്ട് കണ്ണിന്റെ മേൽഭാഗം, ചെവി കുറച്ച് താന്നിട്ടാണ്, വായ മിക്കപ്പോഴും തുറന്നിട്ടാണ്, ചുണ്ട് ടങ് കുറച്ചൊരു കോഴ്സ് ആയിരിക്കും, അതിൽ കുറച്ച് ഗൈറേറ്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ പലപ്പോഴും പണ്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥ ഇപ്പൊ അങ്ങനെ കാണാറില്ല, ഈ ചുണ്ടിന്റെ സൈഡിൽ കീലോസിസ് അല്ലെ ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറയും. ഇത് പലപ്പോഴും ഇപ്പൊ ഞാൻ എൻ്റെ പേഷ്യൻസിന് ഇപ്പോൾ ഹൈഡോസ് മൈക്രോന്യൂട്രിയൻസ് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പൊ എൻ്റെ പേഷ്യൻസിനൊന്നും ഇത് കാണാറില്ല, അത് സ്റ്റോപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ കാണാറുള്ളൂ. പിന്നെ വേറെ പല ഫീച്ചേഴ്സ് ഉണ്ട്, ഇവിടെ കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പല ടിപ്പിക്കലായിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്. ഏകദേശം 100% ഫീച്ചേഴ്സ് ഉണ്ട് ഡൗൺ സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഈ ഫീച്ചേഴ്സ് ഉള്ള എല്ലാവരും ഡൗൺ സിൻഡ്രോം ഉള്ളവരല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മിഡ് ഫേഷ്യൽ മുൻവശം ഒരു പരന്നതുപോലെ, നേരത്തെ പറഞ്ഞ ചെവി താന്നിട്ടാണ്, തലയുടെ പുറവശം ഓക്സിപിട്ട് എന്ന് പറയുന്നത് അതും പരന്നിട്ടാണ്. മിക്ക ഡൗൺ സിൻഡ്രോമിനും കണ്ടുവരുന്നത് മുടി നല്ല സ്ട്രെയിറ്റ് നല്ല ഭംഗിയുള്ള മുടിയുള്ളവരാണ്. എനിക്ക് ഏകദേശം 1000 കുട്ടികളുണ്ട് റെഗുലർ ഫോളോ അപ്പിലുള്ള, അതിൽ ഒരൊറ്റ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ ചുരുണ്ട മുടിയുള്ളത്, ബാക്കി എല്ലാവർക്കും സ്ട്രെയിറ്റ് ഹെയർ ആണ്. അപ്പം സ്ട്രെയിറ്റ് ഹെയർ നല്ല ഭംഗിയുള്ള മുടിയാണ് സാധാരണ വഴിയിൽ ഇവർക്ക് കണ്ടുവരുന്നത്. ഇത് വായ എപ്പോഴും തുറന്ന് നാക്ക് പുറത്തോട്ട് ഇട്ടിട്ടായിരിക്കും മിക്കവാറും ഇരിക്കുന്നത്. ഇതൊരു ടിപ്പിക്കൽ ഫേഷ്യസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാന്നുള്ള ഭൂരിപക്ഷം പേരുടേതും ഇത് അതിന്റെ കുട്ടിയുടെ തന്നെ വേറൊരു ഫീച്ചറാണ്.
കൈയുടെ നോക്കിക്കഴിഞ്ഞാൽ കൈ കുറച്ച് വീതി കുറഞ്ഞതും വിരലുകൾ ഷോർട്ടായിട്ടുള്ളതും, കാരണം ഈ ചെറുവിരലിൽ ഒരു ക്രീസേ ഉള്ളൂ. പിന്നുള്ളൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പാമ ക്രീസ് എന്ന് പറയും. കൈയുടെ വെള്ളയിൽ ആകെ നമുക്ക് എല്ലാവർക്കും 2 ലൈൻ ഇവിടെ കാണാം. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആകെ ഒരു ലൈൻ മാത്രമേ കാണാറുള്ളൂ, സിംഗിൾ പാമ ക്രീസ്. അതുകൊണ്ട് സിംഗിൾ പാമ ക്രീസ് ഉള്ളവരെല്ലാവരും ഡൗൺ സിൻഡ്രോം അല്ല. മറ്റേതൊന്നും ഇല്ലെങ്കിലും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഈ സിംഗിൾ പാമ ക്രീസ് കണ്ടെന്നും വരില്ല. ഇതൊക്കെ ഇതിന്റെ ഡയഗ്നോസിസിന് വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ ഈ ചെറുവിരൽ അകത്തോട്ട്, ക്ലൈനോഡാക്ടലി എന്ന് പറയും, അകത്തോട്ട് വളഞ്ഞിരിക്കുക. അങ്ങനെ വളരെയധികം ചെറിയ ചെറിയ ഫീച്ചേഴ്സ് നമുക്കിൽ കാണാൻ പറ്റും. മാനേജ്മെന്റ് എങ്ങനെയാണ് ഇവരെ മാനേജ് ചെയ്യുന്നത്? നമുക്കെല്ലാം അറിയാം, ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണ്. പല ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചു നിന്നാലേ ഇവരെ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറയുന്ന ഒരു കാര്യം ഏർലി ഇന്റർവെൻഷൻ എന്നുള്ളതാണ്. ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ എത്ര നേരത്തെ നമുക്ക് ചെയ്യണം എന്നൊരു ചോദ്യം വരാം. ഏർലി ഇന്റർവെൻഷൻ 3 മാസം എന്നാണ് ഒരു ജനറൽ കൺസെൻസസ്. പക്ഷെ ചില ആളുകൾ കുട്ടിയെ ആദ്യം കാണുമ്പോൾ മുതൽ ഏർലി ഇന്റർവെൻഷൻ തുടങ്ങണം എന്നാണ് പറയുന്നത്. അവിടെ 3 മാസം ആകാൻ കാത്തിരിക്കേണ്ടതില്ല, നേരത്തെ തന്നെ അവരുടെ ഇന്റർവെൻഷൻ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. മെഡിക്കൽ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, പല ഡിപ്പാർട്ട്മെന്റും അതിൽ ഇൻവോൾവ് ആണ്. പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ വലിയ കുട്ടിയാണ് ഒരു ഫിസീഷ്യൻ, ഒരു ENT സർജൻ, കാരണം അവർക്ക് അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം, ഒഫ്താൽമോളജിസ്റ്റ്, കണ്ണിന്റെ ഡോക്ടർ, ഹാർട്ടിന്റെ ഡോക്ടർ, നട്ടലിന്, കഴുത്തിന്റെ ഭാഗത്ത് നട്ടലിന് പ്രയാസം ഉണ്ടാകാം, മാത്രമല്ല നടത്തത്തിലും വ്യത്യാസം ഉണ്ടാകാം, അപ്പോൾ ഒരു ഓർത്തോപീഡീഷ്യനെ ആവശ്യമാണ്. പല്ലുകൾക്ക് പലതും പ്രോബ്ലം ഉണ്ടാകാറുണ്ട്, ഡെന്റൽ സർജൻ, പിന്നെ ഒരു ജെനറ്റിക് കൗൺസിലർ, കാരണം അവർക്ക് എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ളത്. ഇൻവെസ്റ്റിഗേഷൻസ് പറയുമ്പോൾ കാരിയോടൈപ്പിംഗ് ഇപ്പം നേരത്തെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 60%, 40 തൊട്ട് 50% പല ബുക്കിലും പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ഡൗൺ സിൻഡ്രോം ക്ലിനിക്കൽ സ്റ്റഡിയിൽ 60% കുട്ടികൾക്കും CHD, കൺജന്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്, ഹാർട്ടിന് തകരാറുണ്ട്. അതുകൊണ്ട് ഇവർക്കൊക്കെ ഹാർട്ടിൽ മേജർ പ്രോബ്ലം ഉണ്ട്. ചിലരൊക്കെ വളരെ മൈൽഡ് ആയിട്ടായിരിക്കും, ചിലർ VSD ആയിരിക്കും, വളരെ മൈൽഡ് ആയിട്ടുള്ളത്. അതൊരു കൊല്ലോ 2 കൊല്ലോ ആകുമ്പോഴത്തേക്ക് താനെ അടയാറുണ്ട്. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിന്റെ ഗ്രാവിറ്റി എന്തുകൊണ്ട്, എത്ര ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണോ വേണ്ട എന്നുള്ളത്. എക്കോ ജനിക്കുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അതിലെന്തെങ്കിലും പ്രോബ്ലം കാണുന്നുണ്ടെങ്കിൽ 3 മാസമോ 6 മാസമോ കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ 1 കൊല്ലത്തിൽ റിപ്പീറ്റ് ചെയ്യണം. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കൂടി 1 വയസ്സിൽ ഒന്നുകൂടി ഒരു എക്കോ ചെയ്ത് കൺഫേം ചെയ്യുന്നതായിരിക്കും നല്ലത്. തൈറോയിഡിന്റെ കുറവ് ധാരാളം കാണുന്നുണ്ട്. 10 to 20% ആളുകൾ തൈറോയിഡിന്റെ അഭാവമുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ തൈറോയിഡ് വേരിയേഷൻ വരാം. ചിലപ്പോൾ ആദ്യം നോർമൽ ആയിരിക്കും, പിന്നീട് ചിലപ്പം കുറഞ്ഞു വരാം, പിന്നീട് നോർമൽ ആവും, പിന്നീട് കുറയാം. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രോട്ടോകോൾ പ്രകാരം തൈറോയിഡ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾ ആറ്റ് ബർത്ത്, പിന്നെ 6 months, 1 year, every year till 5 to 6 years. അപ്പൊ ഇതിനകത്തുള്ളത് പലപ്പോഴും പേരൻസ് ചെയ്യുന്നൊരു അവരുടെ ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ തൈറോയിഡ് നോർമലല്ലോ, പിന്നെ ഇതിന് ഞങ്ങൾ വരുന്ന തൈറോയിഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പലരും ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കൊറോണ കാലം ആയതുകൊണ്ട് തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നവർ പോലും കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്യാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ എനിക്കൊരു കുട്ടി വന്നതിൽ തൈറോയിഡിന്റെ മരുന്ന് ആ പഴയ ഡോസിൽ തന്നെ 12.5 വെച്ച് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ വ്യതിയാനം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തൈറോയിഡ് മരുന്ന് കഴിക്കുന്നവർ കൂടുതൽ ഫ്രീക്വൻസിയിൽ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ തന്നെ ആണ്ടിൽ ഒരിക്കലും ഒരു 5-6 വയസ്സ് വരെ എന്തായാലും ചെയ്യേണ്ടി വരും. ഹിമോഗ്ലോബിൻ ഇവർക്ക് സാധാരണ നമുക്കെല്ലാം അറിയാം, ഹിമോഗ്ലോബിൻ കുറവുള്ളവർക്ക് കോഗ്നിഷൻ കുറവായിരിക്കും, അതായത് മനസ്സിലാക്കാനുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ കുറവായിരിക്കും സാധാരണ കുട്ടികൾ എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് ഹിമോഗ്ലോബിൻ കുറവാണെങ്കിൽ അതും അവരുടെ കോഗ്നിഷനെ ബാധിക്കാം. നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഹിമോഗ്ലോബിൻ കുറവാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നല്ലൊരു ശതമാനം കുട്ടികൾക്ക് ഹിമോഗ്ലോബിൻ കുറവാണ്. അതുകൊണ്ട് ഹിമോഗ്ലോബിൻ ഇതാണ് ഈ ബേസിക് ടെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളത് ആവശ്യം അനുസരിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ENT ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണിൻ്റെത്, പല്ലിൻ്റെത്, സെർവൈക്കൽ സ്പൈൻ, അതായത് അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് എന്ന് പറയും, കഴുത്തിന്റെ അവിടെയുള്ള എല്ലിന്റെ നട്ടലിന്റെ ഭാഗം കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും. അവിടെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ കഴുത്തിൽ കീഴ്പോട്ട് തളർന്നു പോകാം. അപ്പൊ അതിന് വേണ്ട സ്ക്രീനിങ് ചെയ്യേണ്ടി വരും. ഇന്റർവെൻഷണൽ തെറാപ്പി, ഫിസിക്കൽ തെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജിന്റെ ആവശ്യമാണ്, സോഷ്യൽ വർക്കറിന്റെ ആവശ്യമാണ്.
സപ്പോർട്ട് ഗ്രൂപ്പിന്റെ ആവശ്യമാണ്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, കാരണം ടോപ്പിക് നമ്മുടെ സോഷ്യൽ ആസ്പെക്റ്റോട്ട് ആയതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. മദറാണ്, അമ്മയാണ് ഏറ്റവും നല്ല തെറാപ്പിസ്റ്റ്. ഒരു ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുമ്പോൾ ആ കൈകാലുടെ ജോയിന്റുകൾ അനക്കി കൊടുക്കുക എന്നുള്ളതാണ്. പേശികൾക്ക് ഉറപ്പ് കുറവാണ് ഈ കുട്ടികൾക്ക്. അപ്പം ഫിസിക്കൽ തെറാപ്പി എത്രയും ഡയഗ്നോസ് ചെയ്യുന്ന അപ്പം മുതൽ തന്നെ ചെയ്തു തുടങ്ങാം. കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരിക്കേണ്ട പ്രായം, കഴുത്ത് തുറക്കേണ്ട പ്രായമാകുമ്പം കഴുത്ത് തുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം തെറാപ്പി ചെയ്തു കൊടുക്കാം. ഇരിക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, ഇതൊക്കെ അതാത് ടൈം, ഡെവലപ്മെന്റ് ടൈം അനുസരിച്ചിട്ട് തെറാപ്പി ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനൊരു ഫോളോ അപ്പ് വളരെ ആവശ്യമാണ്. ഓക്യുപേഷണൽ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊരു പ്രാപ്തി വരുത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഓക്യുപേഷണൽ തെറാപ്പിയും വൊക്കേഷണൽ തെറാപ്പിയും തമ്മിൽ ആളുകൾക്ക് സംശയം ഉണ്ടാകാറുണ്ട്. ഓക്യുപേഷണൽ തെറാപ്പി എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ, ഡെയിലി ലിവിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി അവരെ കൊണ്ട് വരുത്തിക്കുക എന്നുള്ളതാണ്. സ്പീച്ച് തെറാപ്പി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്പീച്ചിൽ ഇവർക്ക് പല കാരണങ്ങൾ കൊണ്ട് സ്പീച്ച് വൈകുന്നുണ്ട്. തെറാപ്പി ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ അവർ നന്നായിട്ട് സംസാരിക്കും, പക്ഷേ സ്പീച്ച് ക്ലിയർ ആയിരിക്കത്തില്ല. അപ്പൊ സ്പീച്ച് ക്ലിയർ ആകാൻ വേണ്ടി തെറാപ്പി നന്നായിട്ട് കുറച്ച് വർഷങ്ങളോളം കൊടുക്കേണ്ടി വരും. നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ഡൗൺ സിൻഡ്രോം കുട്ടികളെ ഞാൻ കോൺഫറൻസുകൾക്ക് വിദേശത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്പീച്ച് തെറാപ്പി കുറച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടെ അങ്ങ് നിർത്തും. പല പേരൻസ് സ്പീച്ച് തെറാപ്പി എന്ന് കേൾക്കുന്നവരുടെ അവര് നമ്മുടെ അടുത്തുള്ള സംസ്ഥാനത്ത് പോയിട്ട് 2-3 മാസം അവിടെ സ്പീച്ച് തെറാപ്പിക്ക് വേണ്ടി വീടെടുത്ത് താമസിക്കുകയും ഒരു 3-4 മാസം താമസിച്ച് കഴിഞ്ഞ ഒരു ഇമ്പ്രൂവ്മെന്റ് കണ്ടപ്പോഴത്തേക്ക് അവർ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഒരു തെറാപ്പിയും കൊടുക്കുന്നില്ല, അവിടെ സ്റ്റക്കായി. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഇത് കമ്പയർ ചെയ്യാറുള്ളത്, നമ്മൾക്കൊരു 10 കൊല്ലം പഠിക്കുന്ന SSLC പാസ്സാകണേല് 2 കൊല്ലം ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് കുട്ടിയെ സ്കൂളിൽ വിടുന്നേ ഇല്ല. 10 കൊല്ലം കഴിയുമ്പോൾ SSLCക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇല്ല. അതുപോലെ സ്പീച്ച് തെറാപ്പി എന്നുള്ളത് റെഗുലർ ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത് വേറെ വല്ല സ്ഥലത്ത് പോയിട്ട് കുറച്ചു നാൾ താമസിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് എവിടെയാ കൊടുക്കാൻ സാധിക്കുന്നത്, അത് ഏറ്റവും ഹയസ്റ്റ് സെന്റർ അല്ലെങ്കിൽ കൂടി റെഗുലർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ റെഗുലർ ആയിട്ട് സ്പീച്ച് തെറാപ്പി കൊടുത്തേ മതിയാവും. കാരണം ഒരു 10-15 വയസ്സാകുമ്പോഴത്തേക്ക് സംസാരം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അവർക്ക് പ്രയാസം തോന്നാം. അവർ പറയുന്ന മറ്റുള്ള പുറമെയുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ സംസാരിക്കുന്നങ്ങ് നിർത്തും, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരാം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ളതിനെക്കാട്ടി ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്പീച്ച് തെറാപ്പിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സൈക്കോളജിക്കൽ സപ്പോർട്ട് പേരൻസിനും മറ്റു കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഹോം ബേസ്ഡ് സ്കൂളിംഗ്, നമ്മൾ സാധാരണ ഇന്റൻസ് സ്റ്റിമുലേഷൻ അറ്റ് ഹോം ടിൽ 3 years ഫ്ലാഷ് കാർഡ്സ് കാണിച്ചു കൊടുക്കാം. അവരെ ബാക്കിയുള്ള രീതിയിൽ മെനക്കെട്ടിട്ട് കുറച്ച് പഠിപ്പിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ തന്നെ അമ്മമാർ കുറച്ചൊന്ന് ഉത്സാഹിച്ചെങ്കിൽ മാത്രമേ ഈ കുട്ടികൾക്ക് നല്ല റിസൾട്ട്സ് കാണാൻ പറ്റത്തുള്ളൂ. സ്പെഷ്യൽ ട്രെയിനിങ് 3 തൊട്ട് 5 വയസ്സ് വരെ സ്പെഷ്യൽ ട്രെയിനിങ് അംഗൻവാടിയിലോ നഴ്സറി സ്കൂളിലോ ഒക്കെ വിടാൻ പറ്റുന്നതാണ്. അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ടീച്ചറെ വെച്ചിട്ട്, സ്പെഷ്യൽ സ്കൂളിൽ വിടരുത്, സ്പെഷ്യൽ ടീച്ചറെ വെച്ചിട്ട് ട്രെയിനിങ് കൊടുക്കാം. നോർമൽ സ്കൂളിൽ ഒരു 8-9 വയസ്സാകുമ്പോൾ 1-ാം ക്ലാസ്സിൽ ചേർക്കുക. പലപ്പോഴും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് ഞാൻ പറയാം, 5 വയസ്സാകുമ്പോൾ 1-ാം ക്ലാസ്സിൽ കൊണ്ടുവിടുക എന്നുള്ളതാണ്. 5 വയസ്സാകുമ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളൊരു പ്രാപ്തി അവർക്കില്ല. അവർക്ക് ആ പ്രാപ്തി ഇല്ലാത്തപ്പോൾ ടീച്ചർ പറയുന്ന ഒന്നും മനസ്സിലാകത്തില്ല. ടീച്ചർക്ക് ഇവരിൽ ഒരു ഇൻട്രസ്റ്റ് എടുക്കാനുള്ള താല്പര്യവും കുറയും. അതേസമയത്ത് 7-8 വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് ആ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാകാനുള്ള ഒരു കപ്പാസിറ്റി ആയി കഴിയുമ്പോഴത്തേക്ക് അന്നേരം വിട്ടുകഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അത് നോക്കിയിട്ട് വേണം, അവരുടെ IQ അല്ലെങ്കിൽ മറ്റു നോക്കിയിട്ട് വേണം. 10 വയസ്സ് വരെ കേരളത്തിൽ ഒരു സ്കൂളിലും 1-ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയെയും നിഷേധിക്കാൻ പാടില്ല. നേരത്തെ പോലെ വൊക്കേഷണൽ ട്രെയിനിങ് സപ്പോർട്ട് 15-17 വയസ്സാകുമ്പോൾ കൊടുക്കണം. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കണം. അപ്പോൾ 20 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ അവരുടെ കാലിൽ നിൽക്കാനുള്ളൊരു പ്രാപ്തി നമ്മൾ ആക്കി കൊടുക്കണം. വേറെ പല സ്കൂൾ തെറാപ്പി ഉണ്ട്, മ്യൂസിക് തെറാപ്പി, പ്ലേ, ഡാൻസ് തെറാപ്പി, യോഗ, ഇതൊക്കെ വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. ഇതൊരു സ്കൂളിലുള്ളൊരു പിക്ചറാണ്. വരയ്ക്കാനായിട്ടും കളിക്കാനായിട്ടും ഡാൻസ് തെറാപ്പി, ഇതൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഞാൻ എടുത്താണ്. അതൊരു തെറാപ്പിയുടെ ഭാഗമായിട്ടാണ്. കാരണം അവരുടെ ആ ഡാൻസ് കൊണ്ട് അവരുടെ മൂവ്മെന്റ്സ് ശരിയാവുന്നു, മറ്റു പല കാര്യങ്ങളും ആ ഒരു തെറാപ്പിയിൽ നിന്ന് ഇഫക്റ്റ് ആവുന്നുണ്ട്. യോഗ തെറാപ്പിയും വളരെ ഇഫക്റ്റീവാണ് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
നമ്മൾ സോഷ്യൽ ആസ്പെക്ട്. ഞാൻ ഈ തെറാപ്പികളെ പറ്റി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പേരൻസ് കൂടെ ഉള്ളതുകൊണ്ടാണ്. പേരൻസ് കുറച്ച് ദിവസം, ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വളരെ ഉത്സാഹത്തോടുകൂടി വരും, എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും. അത് കഴിയുമ്പോൾ ക്രമേണ അവരുടെ ഇൻട്രസ്റ്റ് അങ്ങ് പോകും. എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ പറയും, അതെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു, അല്ലെ മൂത്ത കുട്ടിക്ക് പരീക്ഷയായിരുന്നു, അല്ലെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടാവും, അത് ഡ്രോപ്പ് ചെയ്തേനെ. അത് ഞാൻ ചോദിക്കാറുണ്ട്, മറ്റു കുട്ടികളെ ഈ ഒരു എക്സ്ക്യൂസ് കല്യാണം ഉണ്ടോ അവർ സ്കൂളിൽ വിടാതിരുന്നിട്ടുണ്ടോ? ഇല്ല. അല്ലെ വീട്ടിലൊരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞ് മറ്റു കുട്ടികളെ സ്കൂളിൽ വിടാതിരുന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പേരൻസ് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് കൊടുക്കുന്ന തെറാപ്പിയാണ് ഇവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. തെറാപ്പി കൊണ്ട് വളരെയധികം കാര്യങ്ങൾ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോഷ്യൽ ആസ്പെക്ട്സ് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. സൊസൈറ്റിയെ ഫേസ് ചെയ്യാന്നുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ കുട്ടിയെ വീട്ടിനകത്ത് ഒതുക്കി അടക്കി നിർത്തരുത്, പോകുന്നിടത്തൊക്കെ ഇവരെ കൊണ്ടുവരണം. കാരണം ഇവര് മറ്റുള്ള സ്ഥലങ്ങളും സാധനങ്ങളും മനുഷ്യനെ കാണുമ്പോഴാണ് ഒരു ബ്രെയിൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക. പക്ഷെ സൊസൈറ്റി നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ഒരു സ്റ്റംബിളിംഗ് ബ്ലോക്ക് ആണ്. കാരണം പലപ്പോഴും റിപ്ലൈ കിട്ടിയിട്ടുണ്ട്, അവര് കാണുന്നുണ്ട്, ചോദിക്കും അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെ ചോദിക്കും ഈ കുട്ടി ഇതുവരെയായിട്ട് നടന്നിട്ടില്ലേ, ഈ കുട്ടിയുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ കുട്ടിയുടെ കണ്ണെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കേൾക്കുമ്പം എത്രയായാലും അമ്മമാർക്ക് ചെറിയൊരു പ്രയാസം തോന്നും. അതുകൊണ്ട് ഞാൻ അമ്മമാരോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുള്ളത് മാനസികമായിട്ട് തയ്യാറെടുത്തിട്ട് വേണം പോകാനായിട്ട്. ഒന്നുകിൽ അവരെ ഇഗ്നോർ ചെയ്യാം, അല്ലെ ചിരിച്ചുകൊണ്ട് ഞാൻ കുഴപ്പമില്ല ഞങ്ങൾ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. ഒരമ്മ എന്നോട് പറഞ്ഞു, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സൊസൈറ്റിയോട്, ഇത് എന്റെ കുട്ടിയെ എനിക്ക് ഇഷ്ടമുള്ളവർ ചെയ്യും, നിങ്ങൾക്ക് എന്തിനാ താല്പര്യമാണെന്ന് ചോദിച്ചു. അപ്പം അത് ഏത് രീതിയിലായാലും ഇത് നമ്മൾ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആളുകൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. കുറെ നാൾ ശേഷം കണ്ടാൽ ചോദിക്കും, അയ്യോ വണ്ണം വെച്ചല്ലോ, അല്ലെ മെലിഞ്ഞു പോയല്ലോ, അല്ലെ വെളുത്ത് പോയല്ലോ, കറുത്ത് പോയല്ലോ. ഇതൊക്കെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ആളുകൾ ചോദിക്കും, നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമാണ്. പക്ഷേ യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കത്ത് പോലും ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വണ്ണം വെച്ചാലും മെലിഞ്ഞാലും ശരി, അവരുടെ ഡൗൺ സിൻഡ്രോം കുട്ടി ഉണ്ടായാലും ഇല്ലേലും ശരി, ശരിക്കും പറയും, ഗുഡ് മോർണിംഗ് പറയും, ബായ് പറയും, ഇതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ നമ്മുടെ സൊസൈറ്റിയുടെ നല്ല ഗുണമാണ് ചില കാര്യം വെച്ച് നോക്കി പോകാം. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രയാസങ്ങൾ പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് അമ്മമാര് ഇതിന് ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം, മാനസികമായിട്ട് അവരുള്ള തയ്യാറെടുക്കുക. അതുകൊണ്ട് ഇവർ ചോദിക്കുമെന്ന് വിചാരിച്ച് പല പരിപാടികൾക്കും ഇപ്പൊ പിന്നെ ഓഫ് കോഴ്സ് കൊറോണ ആയതുകൊണ്ട് നമ്മൾ പരിപാടിക്കൊക്കെ പോകാൻ അഡ്വൈസ് ചെയ്യാറില്ല പിള്ളേരെ. ബട്ട് അല്ലാത്തപ്പം പുറമെ ലോകം കാണിക്കുന്നത് കൊണ്ട് ഇവരുടെ ഡെവലപ്മെന്റ് കൂടും. അപ്പൊ അതുകൊണ്ട് നാട്ടുകാരെ പേടിച്ച് നമ്മളുടെ കുട്ടികളുടെ ഡെവലപ്മെന്റ് നമുക്കൊരു പ്രശ്നമായി തീരരുത്. സസ്റ്റൈൻഡ് ഇന്റർവെൻഷണൽ പ്രോഗ്രാം ഇതാണ് ഏറ്റവും വലിയ, ഞാൻ നേരത്തെ പറഞ്ഞാണ്. കാരണം പറയുന്ന ഉടനെ ഒരു 3-4 മാസം വളരെ ഉത്സാഹത്തോടും ഉഷ്ണോടുകൂടി ഒന്ന് കാണിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അതങ്ങ് മാറി വരിക എന്നുള്ളതാണ്. അത് സ്പീച്ചിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ബാക്കിയുള്ളതിലും കാണാറുണ്ട്. എന്തെങ്കിലും അതിന് പറയാൻ 100 എക്സ്ക്യൂസസ് കാണും. ഇപ്പോൾ ഉള്ള എക്സ്ക്യൂസ് വളരെ സിമ്പിൾ ആണ്. കാരണം കൊറോണയാണ്, അവിടുത്തെ തെറാപ്പി സെന്ററൊക്കെ അടച്ചു, അതുകൊണ്ട് ഞങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഓഫ് കോഴ്സ് അതൊരു വാലിഡ് റീസൺ ആണ്. കൊറോണ ആയതുകൊണ്ട് പല തെറാപ്പി സെന്ററുകളും അടച്ചിട്ടുണ്ട്. ഇപ്പൊ പല സെന്റേഴ്സും തുറന്നു വരുന്നുണ്ട്. ഇതിനുള്ള വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിർത്താനുള്ള പ്രോബ്ലം പലപ്പോഴും ഇതിൽ നമുക്ക് പെട്ടെന്ന് ഒരു പനിക്ക് മരുന്ന് കൊടുത്ത് പനി മാറുന്ന പോലെ നമുക്കൊരു തെറാപ്പി കുറച്ച് ദിവസം ചെയ്ത് പെട്ടെന്ന് ഒരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഒരു സ്കൂളിൽ പഠിക്കുന്നത് 10ാം ക്ലാസ് പാസ്സാകണമെങ്കിൽ 10 കൊല്ലം സ്കൂളിൽ പോകണം. ആ ഒരു ആസ്പെക്ട് നമുക്ക് മനസ്സിലാകണം. അപ്പൊ പെട്ടെന്നൊരു റിസൾട്ട് കാണാതെ വരുമ്പോൾ മറ്റുള്ളവർ വനിതാ ഈ അവസ്ഥയാണോ, ഈ കുട്ടിയെ ഞാനില്ല മറ്റേ വൈദ്യരെ കാണിച്ചു, അല്ലെ മറ്റേടത്ത് കൊണ്ട് കാണിച്ചു, അല്ലെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചു, അവിടെ കൊണ്ട് കാണിച്ചപ്പം നടക്കാത്ത കുട്ടി നടന്നു തുടങ്ങി. അപ്പൊ ഇത് കേൾക്കുമ്പം ഇതെല്ലാം നിർത്തിയിട്ട് അങ്ങോട്ട് പോകും. അതുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ നമ്മളെ അവരെ അനുസരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ എവിടെ വേണേ പോയിക്കോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ നിങ്ങൾ തെറാപ്പി നിർത്തരുത്. തെറാപ്പി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. പല തട്ടിപ്പുകളും ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട്. പഴയ ഒരു ഡൗൺ സിൻഡ്രോം ട്രസ്റ്റ് മീറ്റിംഗിൽ, ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് മീറ്റിംഗിൽ ഒരു അമ്മ എഴുന്നേറ്റ് പറഞ്ഞാണ്, ഇതിനെപ്പറ്റി പറഞ്ഞപ്പം ചൂഷണം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞാണ്, എൻ്റെ കുട്ടി നടക്കുന്നില്ലായിരുന്നു, 1 വയസ്സായപ്പോൾ നടക്കുന്നില്ലായിരുന്നു. അപ്പം കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പേരുന്നാളും പറയുന്നില്ല, കാരണം അദ്ദേഹം ഇപ്പോൾ ഇല്ല, അവിടെ ഒരു സ്ഥലത്ത് പോയാൽ ശരിയാവുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മരുന്ന് കൊടുത്തു. 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 10,000 രൂപയാണ് ആ 1 മാസത്തേക്കുള്ള മരുന്നിന് ചികിത്സ. 1 മാസം കഴിഞ്ഞപ്പോൾ അയാൾ നോക്കിയിട്ട് പറഞ്ഞ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, 1 ഡോസ് മരുന്നൂടെ കഴിക്കട്ടെന്ന് പറഞ്ഞ് ഒരു 10,000 രൂപയുടെ കൊടുത്ത്
മൂന്നാമത്തെ 10,000 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടി നടക്കാൻ തുടങ്ങി. അപ്പൊ അവർ വിചാരിച്ച് ഇയാളുടെ ചികിത്സ കൊണ്ടാണെന്നുള്ളത്. പിന്നെ അവർക്ക് മനസ്സിലായത് ഈ ചികിത്സ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഡൗൺ സിൻഡ്രോം കുട്ടികൾ എല്ലാം നടക്കും, കുറച്ച് താമസിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 1 വയസ്സിൽ നടക്കുന്നതിന് പകരം 1.25 വയസ്സിൽ നടക്കുന്നതിന് പകരം 2 1.25 വയസ്സിൽ നടക്കും. ആ സമയത്താണ് ഈ മരുന്ന് കൊടുക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് എന്ത് ചെയ്യാനും 30,000 രൂപ എൻ്റെ ഇത് നഷ്ടമായി. ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള പേരൻസ് ഒന്ന് കേട്ടോണം, നിങ്ങൾ ഇങ്ങനെ പോയിട്ട് പൈസ മുടക്കുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. കാരണം ഇതിനൊരു ചികിത്സ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവർക്കൊരു നോബൽ പ്രൈസ് വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. ഇതിനൊരു ചികിത്സ ഇല്ല. അത് ചികിത്സിച്ച് ഈ അവസ്ഥ മാറ്റാൻ പറ്റത്തില്ല. ട്രൈസോമി എന്നുള്ളത് 2 ആക്കാൻ ഉള്ള ഒരു ചികിത്സ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ചികിത്സ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ആരോഗ്യപരമായിട്ട് ഹാർട്ടിനുള്ള ബുദ്ധിമുട്ട്, തൈറോയിഡിനുള്ള ബുദ്ധിമുട്ട്, കാഴ്ചയ്ക്കുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചികിത്സ ഉള്ളത്. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഷോപ്പിംഗ്, ഞങ്ങൾ ഇതുപോലത്തെ ട്രീറ്റ്മെന്റ് ഷോപ്പിംഗ് എന്നാണ്. ഇന്നും ഒരു 3 മാസം നമ്മുടെ അടുത്ത് വരും, ഒരു 3 മാസം വേറെ ഏതെങ്കിലും യുനാനി പോവും, വേറൊരാള് മറ്റെന്തെങ്കിലും സിസ്റ്റത്തിൽ പോവും, ആയുർവേദത്തിൽ പോവും. ആയുർവേദം കൊള്ളില്ലാന്ന് ഞാൻ പറഞ്ഞത്, പക്ഷെ ഇത് നിർത്തിയിട്ടും അവിടെ പോകുന്നതാണ് ഇതിൽ പ്രയാസം വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ പറയും, ഡോക്ടറെ ഞങ്ങൾ ഇവിടെ ഒക്കെ കാണിച്ച് കുട്ടിക്ക് അങ്ങോട്ട് ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നുള്ളത്. ഏതെങ്കിലും ഒരു സിസ്റ്റം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തോ? അപ്പൊ ചെയ്തിട്ടില്ല. അപ്പൊ ട്രീറ്റ്മെന്റ് ഷോപ്പിംഗ് ചെയ്തോട്ടെ. നമ്മൾ എല്ലാവരും ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ നേരത്തെ ചിലപ്പോൾ 2-3 കടയിൽ കയറി നോക്കിയിട്ടാണ് സാധനം വാങ്ങിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, അതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. പക്ഷേ നിങ്ങൾ തെറാപ്പികൾ നിർത്തിയിട്ട് ട്രീറ്റ്മെന്റ് ഷോപ്പിങ്ങിന് പോകരുത്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി. ഈ കുട്ടികളെ അംഗീകരിക്കാൻ പറ്റിയ, അവരെ സ്വീകരിക്കാൻ പറ്റിയ ഒരു സൊസൈറ്റിയാണ്. അതിന് വേണ്ട എന്താണ്? സൊസൈറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൊസൈറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതുപോലുള്ള ദിനാചരണങ്ങളും കൊണ്ടാണ്. അപ്പൊ വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേയുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ സൊസൈറ്റിയെയും മറ്റുള്ളവരെയും ഈ ഡൗൺ സിൻഡ്രോം കുട്ടികളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവര് അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ മന്ദബുദ്ധികളല്ല, ആ വാക്ക് ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുക്കുക. അവര് കുറച്ച് പതുക്കെയാന്നുള്ളതേ ഉള്ളൂ, സ്നേഹമുള്ള നല്ല കഴിവുള്ള കുട്ടികളാണെന്നുള്ളത് നമ്മൾ സൊസൈറ്റിയെ മനസ്സിലാക്കി കൊടുക്കുക. ഈ ഒരു അതിന്റെ പ്രതിഫലമായിട്ട് ഇപ്പൊ ഏകദേശം കോഴിക്കോട്ട് 75 മുതൽ 100 കുട്ടികൾ വരെ സ്വന്തം ജോലി ചെയ്ത്, അതായത് സെന്ററിൽ പോയി ജോലിയല്ല, സ്വന്തമായിട്ട് നടന്നു പോയി അല്ലെങ്കിൽ ബസ് കയറിപ്പോയി സ്ഥാപനങ്ങളിൽ പോയിട്ട് ജോലി ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. കൊറോണ ആയപ്പോൾ അതൊക്കെ നിന്നിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ സാധിക്കുമെന്നുള്ളത് ULCC ഫൗണ്ടേഷൻ ഡോക്ടർ MK ജയരാജും ആയിട്ടുള്ള MK ജയരാജ് സാറിന്റെ ട്രെയിനിങ് കൊണ്ട് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ഇത് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ അതിന് വേണ്ടത് ഇവരെ ജോലിക്കെടുക്കാൻ സ്വീകാര്യമുള്ളൊരു സൊസൈറ്റിയാണ്. അപ്പൊ അതിന് നമുക്ക് അവരെ ബോധവൽക്കരണം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ലോസ്, നിയമങ്ങൾ എന്തൊക്കെയാണ്? പലർക്കും നിയമങ്ങളെ പറ്റി അറിയില്ല. അതൊക്കെ ഒരു സോഷ്യൽ ആസ്പെക്ട്സ് ആയിരുന്നു. PWD ആക്ട്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 1995 തുടങ്ങിയതാണ്. അതിനുശേഷം നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999. അത് ബേസിക്കലി MR, അന്ന് MR എന്ന് പറഞ്ഞത്, ഇപ്പൊ MR ഉപയോഗിക്കാറില്ല, ഓട്ടിസം മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഉള്ള പാകപ്പിഴകൾ നാഷണൽ ട്രസ്റ്റ് റൂൾസ് 2000 അത് ഭേദഗതി ചെയ്തു. പിന്നെ നാഷണൽ ട്രസ്റ്റ് റെഗുലേഷൻസ് 2001 അത് വീണ്ടും ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ, ട്രാവൽ കൺസെഷൻ, നിർമ്മയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എല്ലാവരും തന്നെ പേരൻസ് നിർമ്മയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ ചേർന്ന് വളരെ തുച്ഛമായ ഒരു സംഖ്യയേ ഉള്ളൂ. നിങ്ങൾ OPയിൽ പോയി കാണിക്കുന്നത് വരെ ഈ നിർമ്മയ എന്ന് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടും. അഡ്മിറ്റ് ചെയ്യണമെന്നില്ല, മറ്റേ ഇൻഷുറൻസ് സ്കീം പോലെ. വളരെ തുച്ഛമായ ഒരു സംഖ്യയാണ് ഇൻഷുറൻസിൻ്റെതായിട്ടുള്ളത്. ഇത് നമ്മുടെ സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അത് നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ് ടു സ്റ്റഡി ഇൻ എ നോർമൽ സ്കൂൾ നേരത്തെ പറഞ്ഞിരുന്നു. അതല്ലാതെ ലോക്കൽ ഗവൺമെന്റ് ഗ്രാൻഡും ഉണ്ട്. നാഷണൽ ട്രസ്റ്റ് ആക്ട്, അത് ട്രസ്റ്റ് ആക്ട് പ്രകാരം 18 വയസ്സ് പ്രായപൂർത്തിയാകുമ്പോൾ ആ കുട്ടികളുടെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കണം. സാധാരണ 18 വയസ്സ് കഴിഞ്ഞാൽ അവർ പ്രായപൂർത്തിയായി എന്നുള്ളതാണ്. പക്ഷെ ഈ കുട്ടികൾ 18 വയസ്സ് ആയി കഴിഞ്ഞാലും പ്രായപൂർത്തി ആകാനുള്ളൊരു പ്രാപ്തി ഇല്ലാത്തതിനാൽ, പ്രായപൂർത്തിയായിട്ട് ചിന്തിക്കാനുള്ളൊരു പ്രാപ്തി ഇല്ലാത്തതിനാൽ അവരുടെ ഗാർഡിയൻഷിപ്പ് ആരെങ്കിലും ഏറ്റെടുക്കണം. അച്ഛനോ അമ്മയോ ആർക്കുവേണേലും ഏറ്റെടുക്കാം. പക്ഷെ അത് നിയമപരമായിട്ട് അപ്ലൈ ചെയ്ത് അമ്മയാണ്, അച്ഛനാണ്, അല്ലെ വേറെ ഒരു അമ്മാവന്മാരാണ് ഈ കുട്ടിയുടെ ഗാർഡിയൻ എന്നുള്ള രേഖ വേണം. ഇത് ഇല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ്, സ്ഥലം ഇടപാടുകളും പൈസ ഇടപാടുകളും കുട്ടിയുടെ പേരിലുള്ള പൈസ കാര്യങ്ങളൊക്കെ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ മതി.
അത് ഫുള്ള് ഫ്രീസ് ചെയ്ത് പോകും. ഇത് വളരെ അത്ര പ്രയാസമുള്ളൊരു കാര്യമല്ല. അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഗവൺമെന്റ് വക യുണീക്ക് ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നുണ്ട്, ID കാർഡ് ഫ്രം ഗവൺമെന്റ്. അതിന്റെ ഡീറ്റെയിൽസ് സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ നിന്ന് കിട്ടാവുന്നതാണ്. ഇനിയുള്ള എല്ലാ ഇവർക്കുള്ള ഫെസിലിറ്റീസും ഈ ഒരു ID കാർഡിന്റെ ID നമ്പർ വെച്ചിട്ടായിരിക്കും. ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യുക. സപ്പോർട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറയുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ അതിന്റെ ഗുണം ഞാൻ അനുഭവിച്ചതാണ്. 2000-ൽ ഞങ്ങൾ ഫോം ചെയ്ത സപ്പോർട്ട് ഗ്രൂപ്പാണ്. ഇപ്പോഴും എല്ലാ മാസവും സെക്കൻഡ് സൺഡേ റെഗുലർ ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡോക്ടർ ഒരു കാര്യം പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് സംശയം, ഡോക്ടർ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലെ അതൊരു ഡോക്ടർ വെറുതെ പറയുന്നതാണ്. പക്ഷെ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ അവര് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സപ്പോർട്ട് ഉണ്ട്. ഈ കുട്ടിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അത് കണ്ടു കഴിയുമ്പോൾ അത് കൂടുതൽ വിശ്വസിച്ച് കഴിയുമ്പോൾ കൂടുതൽ പ്രയത്നിക്കാനായിട്ട് അവർ ചെയ്യും. അങ്ങനെയാണ് March 21 എവരി ഇയർ നമ്മുടെ 2012 മുതലാണ് അത് നേരത്തെ പറഞ്ഞ ആചരിച്ചു തുടങ്ങുന്നത്. അതിന്റെ തീം എന്താ വെച്ചാൽ വി ഡിസൈഡ്, ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തികൾ ഞങ്ങളുടെ ഭാവിയെ പറ്റി ഞങ്ങൾ തീരുമാനിക്കും. അവർക്ക് തീരുമാനിക്കാനുള്ള ബുദ്ധിയുണ്ട്, അവർക്ക് കഴിവുണ്ട്. നമ്മൾ അവരെ അതിനുവേണ്ടി സഹായിക്കണം, വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് നമ്മുടെ അവിടെയുള്ള ചില കുട്ടികളുടെ പടങ്ങളാണ്. ഈ നടുക്കുള്ളത് ധന്യ വിജയൻ എന്നാണ്. അത് ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ അച്ഛനും കുട്ടിയും കൂടി ഒരു ഡാൻസ് ടീച്ചറെ അടുത്ത് പോയി. ടീച്ചർ ഡാൻസ് പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ മറ്റ് മാതാപിതാക്കൾ, മറ്റ് ഈ പറയുന്ന നോർമൽ എന്ന് പറയുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഈ ഇദ്ദേഹത്തെ വളരെയധികം പരിഹസിക്കുകയായിരുന്നു. ഇങ്ങനൊരു ബുദ്ധിമാന്റെ ഒരു കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാമെന്ന്. ആ കുട്ടിക്ക് ശരിക്കും നടക്കാൻ പോലും വയ്യാണെന്ന് വെച്ച് പരിഹസിക്കുകയായിരുന്നു. പക്ഷെ ഈ അച്ഛൻ ഡാൻസ് സ്റ്റെപ്സ് ടീച്ചർ കാണിക്കുന്ന മനസ്സിൽ കുറിച്ച് വീട്ടിൽ വന്ന് ഇവളെ പഠിപ്പിക്കുകയായിരുന്നു. ഇവിടെ നോർമൽ സ്കൂളിലാണ് പഠിച്ചത്. 4 കൊല്ലം അവിടുന്ന് പാസ്സാകുന്നിടം വരെ ഭരതനാട്യത്തിൽ നോർമൽ കുട്ടികളുമായിട്ട് മത്സരിച്ച് ഫസ്റ്റ് പ്ലേസ് വാങ്ങിച്ചിരുന്നു. ഇത് വേറൊരു കുട്ടിയാണ്, ദിവ്യ എന്ന് പറഞ്ഞിട്ടുള്ള. ദിവ്യ പറവൂരുള്ളൊരു കുട്ടിയാണ്. 2 മണിക്കൂർ തുടർച്ചയായിട്ട് ഭരതനാട്യം ഡാൻസ് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം കരസ്ഥമാക്കി. അപ്പൊ ഇവർക്കൊക്കെ കഴിവുണ്ട്, പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊരു മോഡലാണ്. പേര് അനിത മേനോൻ എന്നാണ്. എൻ്റെ ആദ്യത്തെ ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തികളിൽ ഒന്നാണ്. ഈ ഒരു കുട്ടിയും കുട്ടിയുടെ അമ്മ കാരണമാണ് ഞാൻ ഈ ട്രസ്റ്റ് ഫോം ചെയ്യാനും ഇതിനു വേണ്ടിയിട്ട് വന്നത്. അതൊരു വലിയ കഥയാണ്. ആ കുട്ടി ഇപ്പോൾ ഒരു മോഡലാണ്. കണ്ടാൽ മനസ്സിലാവും. ഏതൊരു മോഡലിനെക്കാട്ടിലും മോഡലിലെയും വെല്ലുവിളിക്കത്തക്ക രീതിയിൽ അവൾ മോഡലിംഗ് ഇപ്പൊ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവർക്ക് കൊണ്ട് സാധിക്കും. ഇതും ഒരു മാജീഷ്യനാണ് ഈ താഴെയുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളത്. തിരികെ എന്നൊരു മൂവി ഇപ്പൊ അടുത്ത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതാണ്. ഗോപി കൃഷ്ണൻ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഇവര് മൂന്ന് പേര് ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഗോപി കൃഷ്ണനും ടീനയും നജീമും. ഇവര് 3 പേരും കോഴിക്കോട്ടുള്ള ഡോസിൽ പെട്ടിട്ടുള്ള 3 ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തികളാണ്. അവർ ഈ സിനിമയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്. ഈ ഗോപികൃഷ്ണന്റെ ആക്ടിങ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇത് ഒരു സാധാരണ ഒരു പുതുമുഖത്തെക്കാട്ടിലും അതിഗംഭീരമായിട്ടാണ് അവൻ ആക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഡൗൺ സിൻഡ്രോമിനെ പറ്റിയിട്ടൊരു സിമ്പതിക്ക് വേണ്ടിയിട്ടൊരു മൂവിയല്ല. ഇത് വളരെ നല്ലൊരു മൂവിയാണ്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. ഒരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാടാണ് ഇത് കണ്ടു കഴിയുമ്പം ആർക്കായാലും അനുഭവപ്പെടുന്നത്. ഞാൻ താങ്ക്സ് ടു ബേബി ഉമർ ഹോസ്പിറ്റൽ, ഡൗൺ സിൻഡ്രോം ട്രസ്റ്റ്, DOS സപ്പോർട്ട് ഗ്രൂപ്പ് ആൻഡ് ദി ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കേരള. ഞാൻ വളരെ ബ്രീഫായിട്ട് അധികം നീട്ടിപ്പോവാതെ പറഞ്ഞ ടോപ്പിക്കിലോട് കാണിച്ച് അതിനോടുള്ളൊരു ഇത് കൊണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.